ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ യാക്കോബായ സഭയുടെ കാതോലിക്കയായി വാഴിക്കുന്ന ചടങ്ങിനായി സർക്കാർ പ്രതിനിധി സംഘത്തെ ലബനനിലേക്ക് അയക്കാം. കോടതി ഇടപെടേണ്ട വിഷയമല്ല ഇതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി വിസമ്മതിച്ചു. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നു. ഷപ്ന, ഏതായാലും ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് മറിച്ചൊരു വിധി ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, യാക്കോബായ സുറിയാനി സഭ കത്തോലിക്ക വാഴ്ച ചടങ്ങിൽ സംബന്ധിക്കാൻ സർക്കാർ പ്രതിനിധി സംഘത്തെ ലബനനിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ പൊതുതാൽപര്യ ഹർജി വന്നത്. തൃശൂർ കുന്നംകുളം സ്വദേശി ഗിൽബർട്ട് ചീരൻ എന്നയാളാണ് ഇത്തരം ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സഭാ തർക്കം സംബന്ധിച്ച വിഷയമല്ല ഇത്. സർക്കാർ പ്രതിനിധികളെ അയക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ തൽക്കാലം കോടതി ഇടപെടുന്നില്ല എന്ന് ചെയ്തു. ഈ മാസം 25-നാണ് ലബനനിൽ ഈ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഇടക്കാല ഉത്തരവ്, കോടതിയുടെ ഇടക്കാല ഉത്തരവ് വളരെ പ്രസക്തവുമാണ്. കാരണം ഈ ചടങ്ങ് നടക്കുകയാണ്. ഏതായാലും സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ചടങ്ങിലേക്ക് സംസ്ഥാന സർക്കാർ പൊതുപണം ഉപയോഗിച്ച് മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ MLA-മാരെയും അയക്കുന്നത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. KS വർഗീസ് കേസിൽ 1937 ഭരണഘടനാനുസൃതമായ പള്ളികളുടെ ഭരണാവകാശം ഓർത്തഡോക്സ് വിഭാഗത്തിനാണെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും വിധി നടപ്പാക്കാതെ ഇപ്പോൾ ലബനനിൽ വാഴിക്കാൻ പോകുന്ന കത്തോലിക്ക ബാബയുടെ അനുയായികളെ പിന്തുണയ്ക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയം, അതായത് ഇത്തരത്തിൽ സർക്കാരിന്റെ പ്രതിനിധിയെ ലബനനിലേക്ക് അയക്കുന്നത് ഒരു സഭാ തർക്ക വിഷയമായി കണക്കാക്കാനാവില്ല എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.